ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 33 ശ്ലോകം 9 മുതൽ 13 വരെ വായിക്കാം. മൈത്രേയ ഉവാച. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യാപരാപുമാൻ വാചാ വിക്ലവയേത്യാഹ മാതരം മാതൃവത്സലഃ. കപില ഉവാച. മാർഗേണാനേന മാതസ്തേ സുസേവ്യേ അനോദിതേന മേ ആസ്ഥിതേന പരാം കാഷ്ഠ അചിരാദ് അവരോത്സ്യസി. ശ്രദ്ധസ്വൈ തന്മദം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭിഃ യേന മാം അഭയം യായ മൃത്യുമൃച്ഛന്തി തദ്വിദഃ. മൈത്രേയ ഉവാച. ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താമാത്മനോ ഗതിം സ്വമാത്രാ ബ്രഹ്മവാദിന്യാ കപിലോ അനുമതോ യയൗ. സ ചാപീതനയോക്തേന യോഗാദേശേന യോഗയുക് തസ്മിന്നാശ്രമ ആപീഠേ സരസ്യുത്യാ സമാഹിത. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. ബിജു ഹരേ പ്രഭുജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലനം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 33 ശ്ലോകം 9. മൈത്രേയ ഉവാച. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യാപരപുമാൻ വാചാ വിക്ലവേത്യാഹ ആദരം മാതൃവത്സല. വിവർത്തനം. തന്റെ മാതാവിനോട് വളരെ സ്നേഹമുണ്ടായിരുന്ന പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ കപിലൻ അവളോട് ഗൗരവപൂർവം മറുപടി പറഞ്ഞു. കപില ഉവാച. മാർഗണ്ണാനേന മാതസ്തേ സുസേവ്യോ അനോദിതേന മേ ആസ്ഥിതേന പരാം കാഷ്ഠാം ആചിരാദപരോസ്യസി.
വിവർത്തനം. പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, എൻ്റെ പ്രിയ മാതാവേ, ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന ആത്മസാക്ഷാത്കാരത്തിന്റെ പാത വളരെ എളുപ്പമാണ്. ബുദ്ധിമുട്ടില്ലാതെ അനുഷ്ഠിക്കാവുന്ന ഈ സമ്പ്രദായം പിന്തുടരുക വഴി നിനക്ക് വളരെ വേഗം മോചിതയാകാൻ സാധിക്കും, ഇപ്പോഴുള്ള ഈ ശരീരത്തിൽ നിന്ന് പോലും. ശ്രദ്ധ മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭിः ഏനമാമഭയം യായ മൃത്യുമച്ഛന്ത്യ തദ്വിതഃ. എന്റെ പ്രിയ മാതാവേ, വാസ്തവത്തിൽ അതീന്ദ്രിയവാദികളായിട്ടുള്ള വ്യക്തികൾ ഞാൻ നിനക്ക് നൽകിയതുപോലുള്ള എന്റെ ഉപദേശങ്ങൾ നിശ്ചയമായും പിന്തുടരും. ആത്മസാക്ഷാത്കാരത്തിന്റെ ഈ പാതയിലൂടെ പരിപൂർണതയോടെ സഞ്ചരിക്കുന്ന പക്ഷം നീ തീർച്ചയായും ഭയാനകമായ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മോചിതയാക്കപ്പെടുകയും ആത്യന്തികമായി എന്നിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്ന് വീണ്ടും ഉറപ്പു നൽകുന്നു. ഈ രീതിയിലുള്ള ഭക്തിയുത സേവനത്തോട് ആഭിമുഖ്യമില്ലാത്തവർക്ക് തീർച്ചയായും ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്തു കടക്കാൻ ആകില്ല. മൈത്രേയോവാച ഇതി പ്രദർശ്യ ഭഗവാൻ സതീം താമാത്മനോ ഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യാ കപിലോ അനുമതോ യയൗ. ശ്രീ മൈത്രേയൻ പറഞ്ഞു, പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ കപിലൻ അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ മാതാവിന് ഉപദേശങ്ങൾ നൽകിയ ശേഷം അവളോട് അനുവാദം വാങ്ങി സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് യാത്രയായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു. സചാപീതനയോക്തന യോഗാദേശേന യോഗയുഗ് തസ്മിന്നാശ്രമ ആപീഡേ സരസ്വതാ സമാഹിത. പുത്രൻ ഉപദേശപ്രകാരം ദേവഹൂതിയും അതേ ആശ്രമത്തിൽ ഭക്തിയോഗം പരിശീലിക്കുവാൻ ആരംഭിച്ചു. സരസ്വതി നദിയിലെ പുഷ്പകിരീടങ്ങളെ പോലെ പരിഗണിക്കുന്ന മനോഹര പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കർദമ മുനിയുടെ ഭവനത്തിലാണ് അവൾ സമാധി പരിശീലിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ബിജു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ദേവഹൂതി തന്റെ സാക്ഷാത്കാരം, കപിലോപദേശത്തിൽ നിന്ന് തനിക്ക് എന്തെല്ലാമാണ് മനസ്സിലായിട്ടുള്ളത്, അതേപോലെ കപില ഭഗവാനെ കുറിച്ച് ദേവഹൂതി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ പുത്രനായിട്ട് വന്നിരിക്കുന്ന കപിലൻ യഥാർത്ഥത്തിൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ വിഷ്ണുവിന് എല്ലാ സ്തുതികളും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവഹൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ദേവഹൂതിക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. വന്ദേ വിഷ്ണും കപിലം വേദഗർഭം എന്ന 8ാമത്തെ ശ്ലോകത്തിൽ ദേവഹൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുത്രനെ തനിക്ക് ലഭിച്ചതിൽ താൻ വളരെ ആഹ്ലാദവതിയാണ്. തനിക്കിപ്പോഴും അത്ഭുതമാണ്, എങ്ങനെയാണ് ഭഗവാൻ തന്റെ വയറ്റിൽ വന്ന് പിറന്നത് എന്നുള്ള കാര്യം വലിയ അത്ഭുതമാണ്. ബ്രഹ്മാവ് ധ്യാനിക്കുന്ന ഈ വിശ്വത്തിന്റെ മുഴുവൻ ഉറവിടമായിട്ടുള്ള പ്രപഞ്ചങ്ങളെല്ലാം ഉത്ഭവിക്കുന്ന ആ ഭഗവാൻ എങ്ങനെയാണ് തന്റെ വയറ്റിൽ വന്ന് പിറന്നിട്ടുള്ളത്? അത് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ദേവഹൂതി പറഞ്ഞു. അതിനുശേഷം അത് ഭഗവാന് സാധിക്കും, ഭഗവാൻ ആയതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നും ദേവഹൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പ്രളയ സമയത്ത് ഭഗവാൻ ചെറിയൊരു ആലിലയിൽ കിടന്നുകൊണ്ട് തന്റെ സ്വന്തം കാൽവിരലുകൾ നുണയുന്നത് കേട്ടിട്ടുണ്ട് ദേവഹൂതി. അപ്പം ഭഗവാൻ അതും ഒരു ആലിലയിൽ കിടന്ന് പ്രളയജലത്തിൽ ശയിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തന്റെ ഉദരത്തിലും ശയിക്കാൻ ഭഗവാന് യാതൊരു പ്രയാസവുമില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമല്ല എന്നും ദേവഹൂതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തനിക്ക് തന്റെ വലിയൊരു ഭാഗ്യമാണ് ഭഗവാൻ തന്നെ തന്റെ ഉദരത്തിൽ വന്ന് പിറന്നത് എന്നുള്ള കാര്യം ദേവഹൂതി അറിയിക്കുകയാണ്. ആ ഒരു ഭാഗ്യത്തിനെ ദേവഹൂതി കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് എന്ന് ദേവഹൂതി അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യന്നാമധേയ ശ്രവണാനുകീർത്തനാത് യത് പ്രഹ്രണാത് യത് സ്മരണാദപി ക്വചിത് ചാതോപി സദ്യ സവനായ കൽപ്പതേ കുത പുനസ്ഥേ ഭഗവാൻ ദർശന. ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ, ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ പോലും എന്തു സംഭവിക്കുന്നു? ചാതോപി സദ്യ സവനായ കൽപ്പതേ. നായ്മാംസം ഭക്ഷിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും
ഭഗവാന്റെ നാമസ്മരണ കൊണ്ട് പൂർണ്ണമായിട്ടും ശുദ്ധനായിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. ആ വ്യക്തിക്ക് വൈദികമായിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവും. അത്രയ്ക്കും പരിശുദ്ധനായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ നേരിട്ട് ദർശിക്കുന്നവന്റെ ഭാഗ്യം എത്രയാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ദേവഹൂതി ചോദിക്കും. ഭഗവാന്റെ നാമം ജപിക്കുന്നവർ തന്നെ പൂർണ്ണ ശുദ്ധരായിട്ട് മാറും. ഭഗവാനെ നേരിട്ട് കാണുന്നവരുടെ കാര്യം എന്ത് പറയാനാണ് എന്നാണ് ദേവഹൂതി ചോദിക്കുന്നത്. കുതപ്പുനസ്തേ ഭഗവന്നു ദർശന എന്ന് പറയും. മാത്രമല്ല നിരന്തരമായിട്ട് നാമം ജപിക്കാൻ സാധിക്കുന്നത് പൂർവജന്മങ്ങളിൽ എല്ലാ വൈദിക ശുദ്ധീകരണ പ്രക്രിയകളും ചെയ്തതിനു ശേഷമാണ് എന്നുള്ള കാര്യം ദേവഹൂതി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഹോബത ശബചോ അധോഗരീയാൻ യജ്ജിഹാഗ്രേ വർത്തതേ നാമതുഭ്യം തേബുസ്തപസ്തേ ജുഹു ശ്നശ്നുരാര്യ ബ്രഹ്മാനൂജുർ നാമഗൃണന്തിയേതി. ആരൊക്കെയാണോ ഭഗവാന്റെ നാമം നാവിൽ ഗ്രഹിച്ചിട്ടുള്ളത്, നിരന്തരമായിട്ട് നാമം ജപിക്കുന്നത്, അവർ പൂർവജന്മങ്ങളിൽ എല്ലാ തപസ്സുകളും, തേബുസ് തപസ്തേ ജുഹു എല്ലാ യജ്ഞങ്ങളും, ശ്നശ്നു എല്ലാ തീർത്ഥ സ്നാനങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാനൂജു അവർ വേദം മുഴുവൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ജന്മത്തിൽ തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം അഹോബത ശബചോ അധോഗരിയാൻ യജ്ജിഹാഗ്രേ വർത്തതേ നാമതുഭ്യം നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുന്നത് അവർ ശുദ്ധരായത് കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ. ഒന്നുകിൽ പൂർവജന്മത്തിലെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മഹാനായിട്ടുള്ള ഭഗവാന്റെ ശുദ്ധഭക്തന്റെ അനുഗ്രഹം കൊണ്ടോ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ നാമം നിരന്തരമായിട്ട് ജപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും. പൂർവജന്മത്തിൽ പുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ പോലും സാധുസംഘം കൊണ്ട്, ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ സമാഗമം കൊണ്ട് മാത്രം നമ്മൾക്ക് ആ ശുദ്ധീകരണ പ്രക്രിയയൊക്കെ ഉണ്ടാകും എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്. ലവമാത്ര സാധുസംഘ സർവസിദ്ധി ഹോയ എന്ന് പറയും. ഒരു നിമിഷ നേരത്തെ സാധുസംഘം കൊണ്ട് നമ്മൾക്ക് എല്ലാ ശുദ്ധീകരണവും ഉണ്ടാകും. അതിന് ഉദാഹരണം നാരദ മഹർഷിയുടെ ഉദാഹരണം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ദേവഹൂതി ഭഗവാനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കപില ഭഗവാൻ മറുപടി പറയുന്നു എന്നാണ് ഇവിടെ മൈത്രേയ മഹർഷി പറയുന്നത്. ഇതെല്ലാം വിതരനും മൈത്രേയനും തമ്മിലുള്ള സംവാദമാണ്. കപിലന്റെ കർമ്മങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന് വിതുരൻ പറഞ്ഞ സമയത്താണ് മൈത്രേയ മഹർഷി വിതുരന് കപില ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ചും ഭഗവാന്റെ ഉപദേശങ്ങളെ കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മൈത്രേയൻ പറയുന്നതാണ് നമ്മൾ 9ാമത്തെ ശ്ലോകത്തിൽ വായിച്ചിട്ടുള്ളത്. ഈഡിതോ ഭഗവാനേവം കപിലാഖ്യ പരപുമാൻ വാചാ വിക്ലവേത്യാഹ മാതരം മാതൃവത്സലാം. അപ്പൊ അങ്ങനെ മാതാവിൽ നിന്ന് തന്നെ കുറിച്ച് കേട്ട സമയത്ത് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്നാണ് ഇവിടെ മൈത്രേയ മഹർഷി പറയുന്നത്. വാത്സല്യപൂർവം മാതൃവത്സല വാചാ വിക്ലവയത്യേഹ വാചാ അവിക്ലവയത്യേഹ എന്നാണ് പറയുന്നത്. ഗൗരവമായി എന്നാൽ വാത്സല്യപൂർവം എന്ന് പറയും. ഭാവാർത്ഥത്തിൽ ശീല പ്രഭാതർ പറയുന്നുണ്ട്, ഭഗവാന്റെ എല്ലാ രുചികളും, ഭഗവാന്റെ എല്ലാ റിലേഷൻഷിപ്പും, എല്ലാ രസങ്ങളും പെർഫെക്റ്റ് ആണ്. അല്ലെ, ഭഗവാനെ പോലെ നമ്മൾക്ക് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. ഭഗവാനിൽ എല്ലാ രസങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട്. സഖ്യരസമായാലും വാത്സല്യ രസമായാലും മാധുര്യ രസമായാലും എല്ലാ രസവും ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള തോതിലുണ്ട്. അതുകൊണ്ട് ഭക്തന്മാരോട് പൂർണ്ണ തോതിൽ ആ രസങ്ങൾ കൊണ്ട് സംവദിക്കാൻ ഭഗവാന് സാധിക്കും. അപ്പൊ ഇവിടെ കപില ഭഗവാനോട് കപില ഭഗവാന് അമ്മയോട് മാതൃവാത്സല്യം ആണ് ഉള്ളത് എന്ന് പറയും. ആ വാത്സല്യപൂർവം ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു എന്ന് പറയും. കപില ഉവാച മാർഗേണാനേന മാതസ്തേ സുസേവ്യോ നോതിതേന മേ ആസ്തിതേന പരാം കാഷ്ട അചിരാത് അവരോസ്യസി. ഞാൻ ഇപ്പോൾ ഉപദേശിച്ചിട്ടുള്ള ഈ ഒരു മാർഗം പിന്തുടരുകയാണെങ്കിൽ അമ്മ എളുപ്പത്തിൽ തന്നെ
ഈ ഒരു ശരീരത്തിൽ വെച്ച് തന്നെ മുക്തി നേടും. ഈ ശരീരത്തിൽ നിന്നും തിരിച്ച് ഭഗവാനിലേക്ക് പോകാനും സാധിക്കും എന്നുള്ള കാര്യം കപില ഭഗവാൻ പറയുകയാണ്. മാർഗേണ അനേന മാതസ്തേ സുസേവ്യ, സുസേവ്യേന എന്നാണ് പറയുന്നത്. സുസേവ്യേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന മാർഗമാണ് പറഞ്ഞു തന്നത്. വലിയ വലിയ കഠിന നിഷ്ഠകളൊന്നുമില്ല, കാട്ടിൽ പോകാനും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരുന്നത് കൊണ്ട് തന്നെ ഭക്തി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. സുസേവ്യേന ഭഗവാനും പറയുന്നുണ്ട്, സുസുഖം കർത്തുമഭ്യം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ആ ഒരു മാർഗം പിന്തുടർന്നാൽ മതി. ഈ ജന്മത്തിൽ തന്നെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും, മുക്തി നേടാൻ സാധിക്കും. അചിരാത് അവരോസ്യസി എന്നാണ് പറയുന്നത്. അചിരാത് വളരെ പെട്ടെന്ന് തന്നെ, അധികം കാലതാമസമില്ലാതെ തന്നെ മുക്തി നേടും. പിന്നീട് ഈ ശരീരം വെടിഞ്ഞ് അവരോസ്യസി ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും എന്നുള്ള കാര്യം കപില ഭഗവാൻ ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പൊ കപില ഭഗവാന് തന്റെ അമ്മയുടെ ശരീരത്തിൽ ഇരിക്കുന്ന ആ ജീവാത്മാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്, അല്ലെ? ഈ ഭൗതിക സംസാര ചക്രത്തിൽ നിന്ന് മോചനം കൊടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ കപില ഭഗവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ആ ഒരു അനുഗ്രഹം തന്നെ തന്റെ മാതാവായിട്ടിരിക്കുന്ന ആ ജീവാത്മാവിന് കപില ഭഗവാൻ നൽകി എന്ന് പറയുന്നു. ഇനി ആ ഒരു മാർഗത്തിനെ കുറിച്ച്, കപില ഭഗവാൻ ഉപദേശിച്ച മാർഗത്തിനെ കുറിച്ച് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് കപില ഭഗവാൻ പറയുന്നുണ്ട്. ശ്രദ്ധസ്വൈതൻ മതം മഹ്യം ജുഷ്ടം യത് ബ്രഹ്മവാദിഭി ഏനമാം അഭയം യായ മൃത്യുമൃച്ഛന്തി അതദ്വിദഃ എന്ന് പറയുന്നു. ഈ ഒരു മാർഗം ആത്മീയമായിട്ട് കുറച്ച് ഉയർന്ന വ്യക്തികളെല്ലാം പിന്തുടരുന്നതാണ് എന്ന് പറയും. അവർക്ക് വളരെ എളുപ്പത്തിൽ പിന്തുടരാൻ പറ്റുന്നതാണ്. ആത്മീയ ബോധമുള്ള എല്ലാവരും യുഗങ്ങളായിട്ട്, പല യുഗങ്ങളിൽ ഭഗവാൻ ഈ ഒരു ശാസ്ത്രം വിവരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യുഗാന്തരങ്ങളായിട്ട് ആത്മീയവാദികളെല്ലാം പിന്തുടരുന്ന മാർഗം തന്നെയാണ് ഭഗവാൻ അമ്മയ്ക്ക്, ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഈ ഒരു മാർഗം പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് അഭയം ഉണ്ടാകും എന്ന് പറയും. ഏനമാം അഭയം യായ മൃത്യുമൃച്ഛന്തി, മൃത്യുവിൽ നിന്നും നമ്മൾക്ക് മരണത്തിന്റെ ആ ഒരു ഭയം ഇല്ലാതായിട്ട് മാറും. എന്താണ് ഏറ്റവും വലിയ ഭയം? മരണത്തിന് ശേഷം നമ്മൾക്ക് ഭയാനകമായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത അതാണ്. ഈ ഭൗതിക ലോകം നമ്മളെ ഭയാനകമായിട്ടുള്ള ജീവിതാവസ്ഥകളിലേക്കാണ് തള്ളിവിടുന്നത്. നരകീയ ലോകങ്ങളിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരും എന്ന് നേരത്തെ ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, ഭഗവാന്റെ ഭക്തിയോഗം ചെയ്യാത്തവർക്ക്. അങ്ങനെയുള്ള നരകീയ ഭയങ്ങളിൽ നിന്നെല്ലാം വളരെ എളുപ്പത്തിൽ ഭഗവാന്റെ ഈ ഒരു ഭക്തി സേവനത്തിലേക്ക് വരുന്നത് കൊണ്ട് മാത്രം പെട്ടെന്ന് തന്നെ മുക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. സുസുഖം, ഭഗവാൻ എന്താണ് പറയുന്നത്? സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ആ വലിയ ഭയത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനം കുറച്ചെങ്കിലും ചെയ്താൽ മതി. ഭഗവാന്റെ നാമം കുറച്ച് ജപിക്കുക, ഭഗവാൻ ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ കുറച്ച് ചെയ്താൽ തന്നെ ഈ ഒരു വലിയ ഭയത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ജന്മമൃത്യു ജരാചക്രത്തിൽ നിന്നും മോചനം ലഭിക്കും എന്ന് പറയുന്നു. പക്ഷേ അതിനോട് ആഭിമുഖ്യമില്ലാത്തവർക്ക്, ഈ ഭക്തിയിൽ താല്പര്യമില്ലാത്തവർക്ക് ഒരിക്കലും അത് നേടാൻ സാധിക്കുകയുമില്ല എന്ന് ഭഗവാൻ പറയും. ഭക്തി ചെയ്യാതെ നമ്മൾക്ക് ഒരിക്കലും ഈ നരകീയ ലോകങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. ഭഗവാനെ ശരണം പ്രാപിക്കാതെ നമ്മുടെ പാപം ഇല്ലാതായി മാറുന്നില്ല. അങ്ങനെ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തുനിന്ന് പുറത്തു കിടക്കാനും സാധിക്കുന്നില്ല എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അല്ല, ഗീതയിൽ പറയുന്നുണ്ട്, അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാര വർമ്മനി. അശ്രദ്ധദാനായിട്ടുള്ള ആളുകൾ, ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ഗതി എന്താണ്? മൃത്യു സംസാര വർമ്മൻ. അവര് ജനിച്ചും മരിച്ചും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളെടുത്ത് സഞ്ചരിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഗതി എന്നുള്ള കാര്യം ഇവിടെയും ഭഗവാൻ പറയുന്നുണ്ട്. പിന്നീട് മൈത്രേയ മഹർഷി പറയുന്നതാണ് 12ാമത്തെ ശ്ലോകത്തിൽ. മൈത്രേയ ഉവാച ഇതി പ്രദർശ്യ ഭഗവാൻ സതീം തമാത്മനോഗതിം സ്വമാത്ര ബ്രഹ്മവാദിന്യ കപിലോ അനുമതോ യയോ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കപിലൻ അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ മാതാവിന് ഉപദേശങ്ങൾ നൽകിയ ശേഷം അവളോട് അനുവാദം വാങ്ങി സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് യാത്രയായി.
അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു. കപില ഭഗവാന് തന്റെ അമ്മയുടെ ശരീരത്തിൽ ഇരിക്കുന്ന ജീവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നൽകി കഴിഞ്ഞു. പിന്നീട് കപില ഭഗവാൻ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം വൈദിക നിയമപ്രകാരം ഗൃഹസ്ഥൻ മാത്രമേ വീട്ടിലിരിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെ? വൈദിക കാലഘട്ടത്തിൽ ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും വീട്ടിലിരിക്കുകയില്ല. അവർക്ക് മറ്റ് ധർമ്മങ്ങളുണ്ട്. ബ്രഹ്മചാരിയാണെങ്കിൽ ഈശ്വരനെ കുറിച്ച് പഠിക്കണം, ഒരു ഗുരുവിന്റെ കീഴിൽ പോയിട്ട് ഈശ്വരനെ കുറിച്ച് പഠിക്കണം. പഠനം, അതാണ് ബ്രഹ്മചാരിയുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ബ്രഹ്മചാരി വീട്ടിലിരിക്കുന്നില്ല. ഇനി വാനപ്രസ്ഥനാണെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. വാനപ്രസ്ഥൻ ഈശ്വര സാക്ഷാത്കാരത്തിൽ ഉറച്ച ബോധ്യം വരണം. അതിനുവേണ്ടി തീർത്ഥാടനങ്ങളൊക്കെ നടത്തണം. അതാണ് വാനപ്രസ്ഥന്റെ ധർമ്മം. സന്യാസത്തിലാണെങ്കിൽ തനിക്ക് ബോധ്യപ്പെട്ട സത്യങ്ങൾ, താൻ മനസ്സിലാക്കിയ ഈശ്വര സാക്ഷാത്കാരം നേടിയതിനു ശേഷം ആ സത്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് സന്യാസിയുടെ ഡ്യൂട്ടി. അപ്പൊ ഈ 3 ഘട്ടത്തിലും ഒരിക്കലും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ല ഒരു പുരുഷൻ, പ്രത്യേകിച്ചും പുരുഷൻ ചെയ്യുന്നത്. ആ 3 ഘട്ടത്തിലും ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ കപില ഭഗവാനും അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാതാവിന്റെ അനുമതി നേടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ബ്രഹ്മചാരികൾ പോകുന്നത്. പക്ഷെ ഇവിടെ കപിലൻ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം ഈശ്വര മഹാത്മ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരിലേക്കും ഈ ജ്ഞാനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കപില ഭഗവാൻ ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പുത്രൻ ഉപദേശിച്ച പ്രകാരം ദേവഹൂതിയും അതേ ആശ്രമത്തിൽ ഭക്തിയോഗം പരിശീലിക്കുവാൻ ആരംഭിച്ചു. സരസ്വതി നദിയിലെ പുഷ്പകിരീടങ്ങളെ പോലെ പരിഗണിക്കുന്ന മനോഹര പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കർദമമുനിയുടെ ഭവനത്തിലാണ് അവൾ സമാധി പരിശീലിച്ചത്. ഇപ്പോൾ കപില ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപദേശിച്ച മാർഗം വളരെ ഈസിയാണ്, എങ്ങോട്ടും പോകേണ്ടതൊന്നും ആവശ്യമില്ല, കാട്ടിൽ പോയിട്ട് കഠിന തപസ് ഇരിക്കേണ്ട ആവശ്യമില്ല ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടി. പ്രത്യേകിച്ചും ദേവഹൂതി സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഭക്തിയോഗം തുടർന്ന് ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭവനം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. കർദമമുനിയുടെ വീട്ടിൽ തന്നെയാണ് ദേവഹൂതി തന്റെ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ഭക്തിയോഗം എങ്ങനെയാണ് ദേവഹൂതി പരിശീലിച്ചത്, അഭ്യസിച്ചത് എന്നുള്ള കാര്യം കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, നാമം ജപിച്ചോട്ടെ. ശ്രീകാന്ത് പ്രഭുജി ജപിച്ചോളൂ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ